RSS ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത് ഭരണഘടനയെ അവഹേളിക്കുന്ന തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം ഇതിനായി തെരഞ്ഞെടുത്തത് ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുകയാണെന്നതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യ മര്യാദയനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ RSS ചിഹ്നം ഉപയോഗിച്ച തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയത്. ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയായ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്രം ഇത്തരത്തിലൊരു അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഭരണഘടനയെ തന്നെ അവഹേളിക്കുന്ന തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. RSSന് ഇങ്ങനെയൊരു അംഗീകാരം നൽകാൻ ഗാന്ധി ജയന്തിയുടെ തലേദിവസം തന്നെ തെരഞ്ഞെടുത്തത് ഗാന്ധി സ്മൃതി പോലും സംഘപരിവാർ ഭയപ്പെടുകയാണെന്നതിന്റെ തെളിവാണ്. ഗാന്ധിവധക്കേസിൽ വിചാരണ ചെയ്യപ്പെട്ട സവർക്കറെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രതീകമാക്കാൻ ശ്രമിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ തലത്തിൽ മറ്റൊരു അംഗീകാരമാണ് ഈ നൽകിയിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ മതനിരപേക്ഷ സമൂഹം തിരിച്ചറിഞ്ഞ് തുറന്നുകാട്ടണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ജനാധിപത്യ മര്യാദയനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിക്കേണ്ടതാണ്. ഇവിടെ നാണയം ഉപയോഗിക്കുന്നത് RSSകാർ മാത്രമല്ല. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത സമീപനം കണ്ടു കഴിഞ്ഞാൽ നാണയം ഉപയോഗിക്കുന്നത് RSSകാർ മാത്രമാണ്. അപ്പോൾ RSSകാർക്ക് ഒരു നാണയം, മാർക്സിസ്റ്റുകാർക്ക് വേറൊരു നാണയം, കോൺഗ്രസ്സുകാർക്ക് വേറൊരു നാണയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. എത്ര കടുത്ത രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുസ്വരതയെയും സഹവർത്തിത്വത്തെയും ഭയപ്പെടുന്ന RSSന്റെ പ്രതിലോമ രാഷ്ട്രീയം ഗാന്ധി മുന്നോട്ടുവെക്കുന്ന മാനവികതയുടെ രാഷ്ട്രീയത്തിന്റെ നേർവിപരീതമാണ്. കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.